ശരിക്കും ഈ ട്രിഗ്നോമെട്രി എവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാം. ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗിൾസ് ആൻഡ് സൈഡ്. സൈഡും ആംഗിളും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ട്രിഗ്നോമെട്രി മാത്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് ട്രിഗ്നോമെട്രി. അതായത് ഇറ്റ് ഈസ് എ ഇതൊന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് which deals with study of relationship between sides and angles of a triangle. Of a triangle എന്ന് പറഞ്ഞാലും ബെസ്റ്റ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നായിരിക്കും. ട്രിഗ്നോമെട്രിയെ സംബന്ധിച്ച് നമുക്ക് വലിയ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും ഈ ആർക്കിടെക്ട്സിനൊക്കെ ഇപ്പൊ ഉദാഹരണം പറയാം. ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻ എന്താ? ഒരു എക്സാമ്പിൾ പറയാം. ഒരു ആപ്ലിക്കേഷൻ എന്താ അറിയോ? ഇല്ല. അതായത് എനിക്ക് ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടില് മുത്തൂറ്റ് ഹോസ്പിറ്റല് ഒരു 6 നിലയുണ്ട് എന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പം എനിക്ക് ആ മുത്തൂറ്റ് ആശുപത്രിയുടെ മണ്ടയ്ക്ക് കയറാതെ ഒരു ടേപ്പ് വെച്ച് അളക്കാതെ എനിക്ക് ആ മുത്തൂറ്റ് ആശുപത്രിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രിഗ്നോമെട്രി. അങ്ങനെ ഒരു മരത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ട്രിഗ്നോമെട്രി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ആപ്ലിക്കേഷൻ. ഇത് ആർക്കിടെക്റ്റിന് ഒത്തിരി ഗുണം ചെയ്യും കേട്ടോ. ആർക്കിടെക്ട്സിനൊക്കെ ഇത് ഒത്തിരി എന്താണ് ഗുണം ചെയ്യും. കാരണം അവർക്കാണല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് വീടിന്റെ ഹൈറ്റ്, ആംഗിൾസ്, എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യാനുള്ളത്. അപ്പൊ അവർക്കായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ അപ്ലിക്കേഷൻ ഉള്ളത്. നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ബേസിക് കോഴ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ചോണം, ട്രിഗ്നോമെട്രി ജനറലി അപ്ലൈ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലാണ്. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലെ സിലബസ് അനുസരിച്ച് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പഠിക്കാവുള്ളൂ. പക്ഷെ ഞാൻ ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വെളിയിൽ, അതായത് UK, ഓസ്ട്രേലിയ, അവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് അല്ലാത്ത, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലാത്ത ട്രയാംഗിളിനകത്ത് അപ്ലൈ ചെയ്യുന്ന ട്രിഗ്നോമെട്രി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. പക്ഷെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് അപ്ലൈ ചെയ്യുന്ന ട്രിഗ്നോമെട്രിയെ പഠിക്കാനുള്ളൂ. അപ്പം ജനറലി trigonometry can be applied in a right angled triangle. Right angled triangle. Right angled triangle. Okay ആണോ? ഓക്കെ. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പഠിക്കണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് പൈതഗോറസ് തിയറം എന്ന് പറയുന്നൊരു സംഭവം പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ പൈതഗോറസ് തിയറം. ഫസ്റ്റ് AD, സെക്കൻഡ് AD പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം വരയ്ക്കാനായിട്ട് ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാംഗിളിനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുക. ആണല്ലോ. ആണ്. ഇനിയും ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഓരോ സൈഡുകൾക്ക് ഓരോ പേരുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 90 ഡിഗ്രി എവിടാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഈ സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? ആ സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈപ്പോട്ടേന്യൂസ് സൈഡ് എന്നായിരിക്കും വിളിക്കുക. എന്താണ്? ഹൈപ്പോട്ടേന്യൂസ് സൈഡ് എന്നായിരിക്കും വിളിക്കുക. ഹൈപ്പോട്ടേന്യൂസ്. അതേപോലെ തന്നെ താഴെ ഇരിക്കുന്ന ഈ സൈഡിനെ, താഴെ എന്ന് പറയുമ്പോൾ ബേസ്, അതിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. മുകളിലോട്ടുള്ളത് ആ ട്രയാംഗിൾ ഹൈറ്റ് ആണ്. ഹൈറ്റിനെ നമുക്ക് വേറെ പേര് ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഓൾട്ടിറ്റ്യൂഡ്. ഇപ്പം ഒരു മലയുടെ ഒക്കെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് എപ്പോഴും പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ. എന്നിട്ട് ഇതിന് പേര് കൊടുക്കാം ABC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അത് റൈറ്റ് ആംഗിൾ അറ്റ് B ആണ്. ബിയിലാണ് അത് റൈറ്റ് ആംഗിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി ഈ മൂന്ന് സൈഡിനെ കണക്ട് ചെയ്തിട്ട് ഒരു റിലേഷൻ പൈതഗോറസ് തിയറം പൈതഗോറസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അല്ല മാത്തമാറ്റീഷ്യൻ തന്നിട്ടുണ്ട്. പുള്ളി പറയുന്നത് എന്താ അറിയോ? ഹൈപ്പോട്ടേന്യൂസ് സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സൈഡിന്റെ സ്ക്വയറിന്റെയും ഓൾട്ടിറ്റ്യൂഡ് സൈഡിന്റെ സ്ക്വയറിന്റെയും സം ആയിരിക്കും എന്നാ പറയുന്നത്. ഇതറിയാമോ?
അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിന്റെ ഇക്വേഷൻ ആണ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആവത്തില്ലേ? അപ്പം റൂട്ട് ഓഫ് എന്തെന്ന് എഴുതാം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. എഴുതാവോ? എഴുതാം. അപ്പം നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആയി അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് അത് ഞാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എഴുതാം. ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കുകയാണ്. ഓക്കെ. ഇനി ഇവിടെ ഒന്ന് നോക്കിയേ. ഇനി ഇവിടെ ഒന്ന് നോക്കിയേ. എനിക്ക് ഇവിടെ ഒന്ന് ബേസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ബേസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് മൈനസ് ഓൾട്ടിറ്റ്യൂഡ്. അതായത് ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ ബേസിനെ ഈ സൈഡിൽ തന്നെ ഇട്ടാൽ മതി. ബേസിനെ ഒറ്റയ്ക്ക് ആക്കുക, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അവിടെ കിടപ്പുണ്ട്. അവിടുന്ന് ആൾട്ടിറ്റ്യൂഡിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയി ഈസിക്കൽ ടു എന്തായി? ബേസ് സ്ക്വയർ ആയി. നമുക്ക് ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ബേസ് ഈസിക്വൽ ടു എന്താന്ന് എഴുതണം? സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണോ? ഓക്കെ. ഇതിനെ ഞാനിപ്പോ അങ്ങോട്ടേക്ക് തൽക്കാലം മാറ്റി വെക്കുകയാണ്. ഇനി എനിക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ബേസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? അപ്പം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വരും. അവിടുന്ന് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്ത് ചെയ്താൽ മതി? ബേസ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പം ഒന്നെങ്കിൽ ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇക്വേഷനും ഈ 6 ഇക്വേഷനും ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. അത് വേണ്ടല്ലോ. ഒരെണ്ണം പഠിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ആണോ? ഇനി നമ്മള് ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ, അതാണ് റേഷ്യോ. ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോ പഠിക്കാൻ വേണ്ടി നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആവശ്യമുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ ഞാൻ എ ബി സി എന്ന് കൊടുക്കുന്നു. അപ്പം എ ഒരു ആംഗിൾ ആണ്, ബി വേറൊരു ആംഗിൾ ആണ്, ബി 90 ഡിഗ്രി ആണ്, സി എന്ന് പറയുന്നത് വേറൊരു ആംഗിൾ ആണ്. എനിക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോ ശരിക്കും പറഞ്ഞാൽ 6 എണ്ണം ഉള്ളത്. 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണം അതിന്റെ റെസിപ്രോക്കൽസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം എനിക്ക് സൈൻ എ കണ്ടുപിടിക്കണം, കോസ് എ കണ്ടുപിടിക്കണം, ടാൻ എ കണ്ടുപിടിക്കണം. ഓക്കെ. സൈൻ എ കണ്ടുപിടിക്കണം, കോസ് എ കണ്ടുപിടിക്കണം, ടാൻ എ കണ്ടുപിടിക്കണം. അപ്പം എ എന്ന് പറയുന്ന ഈ ആംഗിളിലാണ് എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോ എനിക്ക് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ എയുടെ ഈ സൈഡിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്നായിരിക്കും പറയാം. ഓക്കെ. ആ ട്രിഗ്നോമെട്രി മറ്റേ പൈതഗോറസ് തിയറം പറയുമ്പോൾ മാത്രമേ ഈ ബേസും ആൾട്ടിറ്റ്യൂഡും എന്ന് പറഞ്ഞ് എടുക്കത്തുള്ളൂ കേട്ടോ. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്. പക്ഷെ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യിക്കത്തില്ല? ബേസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് എടുക്കത്തില്ല. ഓക്കെ. അവിടെ എന്തെന്ന് എടുക്കണം? അവിടെ ഇതാണ് ഈ ആംഗിൾ ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഈ ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡിനെ നമ്മൾ അതിന്റെ പേര് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഓക്കെ. എയോട് ചേർന്നിരിക്കുന്ന സൈഡ് ഏതായിരിക്കും? എയോട് ചേർന്നിരിക്കുന്ന സൈഡ് അപ്പൊ രണ്ടെണ്ണം ഉണ്ടെന്ന് സംശയം ഉണ്ടാവും. ഈ എ സിയും ഉണ്ടാവും, എ ബി ഉണ്ടാവും. പക്ഷെ അവിടെ എ സിക്ക് വേറെ പേരുണ്ടല്ലോ. അപ്പം എയോട് ചേർന്നിരിക്കുന്നത് ഈ സൈഡാണ്. ആ സൈഡിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്നായിരിക്കും പറയാം. അഡ്ജസന്റ്, അടുത്തത് അഡ്ജസന്റ്. ഓക്കെ. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും? ഹൈപ്പോട്ടേനിയസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി സൈനെ കണ്ടുപിടിക്കാൻ ജനറൽ ഇക്വേഷൻ ഉണ്ട്. സൈനെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനിയസ് സൈഡ് ആയിരിക്കും. ഓക്കെ.
അപ്പം ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? ബി സി ആ അല്ലെ? ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എന്താ? എ സി ആണോ? ആണ്. അതേപോലെ തന്നെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ അഡ്ജസന്റ് ഇവിടെ എ ബി ആണ്, ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എ സി തന്നെ. ഓക്കെ. ടാനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആയിരിക്കും. ഇവിടെ ഓപ്പോസിറ്റ് ബി സി ആണ്, അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ എ ബി ആണ്. ക്ലിയർ ആണോ? ഇനി 3 ട്രിഗ്നോമെട്രിക് റേഷ്യോകളുണ്ട്. കൊസീക്ക്, സീക്ക്, കോട്ട്. അതെന്താ അറിയോ? സൈന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്താ? കൊസീക്ക്. വേണമെങ്കിൽ ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം. സൈൻ എനെ നമുക്ക് എന്താന്ന് എഴുതാന്ന് അറിയാമോ? 1 ബൈ കൊസീക്ക് എന്ന് എഴുതാം. അല്ലെങ്കിൽ തിരിച്ച് നോക്കാം. സീക്ക് കൊസീക്ക്, അതായത് സൈനയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. രണ്ടും തിരിച്ചു മറിച്ചു എഴുതാം. കൊസീക്ക് ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ എന്ന് എഴുതാം. അതേപോലെ തന്നെ കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. അപ്പൊ സീക്ക് ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് എന്ന് എഴുതാം. അതേപോലെ തന്നെ കോട്ട് എ ഈസ് ഈക്വൽ ടു 1 ബൈ ടാൻ എന്ന് എഴുതാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സൈനെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ കൊസീക്ക് എന്തായിരിക്കും ആ ട്രയാങ്കിൾ ഇത് വെച്ചിട്ട്? സൈനയുടെ റെസിപ്രോക്കൽ അല്ലേ കൊസീക്ക്? അപ്പൊ കൊസീക്ക് എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ഓപ്പോസിറ്റ് വരും. ആണോ? സീക്ക് എന്ത് വരും? സീക്ക് എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്ന് വരും. ആണോ? ടാൻ എന്ത് വരും? അഡ്ജസന്റ്, സോറി കോട്ട, ടാൻ അല്ലല്ലോ കോട്ടെ. കോട്ട എന്ത് വരും? കോട്ട എന്ന് പറയുന്നത് അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ എന്നത് വരും? ഓപ്പോസിറ്റ് എന്ന് വരും. ശരിക്കും സൈനയുടെ ഓപ്പോസിറ്റ് അല്ലേ ഈ തന്നിരിക്കുന്നത്? കോസയുടെ റെസിപ്രോക്കൽ അല്ലേ ഈ തന്നിരിക്കുന്നത്? ടാനയുടെ റെസിപ്രോക്കൽ അല്ലേ ഈ തന്നിരിക്കുന്നത്? ഇത്രയും ഇങ്ങനെ തന്നെ ഒരൊറ്റ എഴുതി തന്നെ എഴുതി എടുത്തു കഴിഞ്ഞാൽ നോക്കി മനസ്സിലാക്കാൻ എളുപ്പം. മുകളിൽ താഴെയൊക്കെ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആണോ? എഴുതിയോ? ഫുൾ എഴുതിയോ? ഇല്ല, കുറച്ചും കൂടി. എഴുതിക്കോ. കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് എല്ലാ ടോപ്പിക്കും ഒറ്റയടിക്കാൻ തീർക്കുവാണേ, കേട്ടോ? വാല്യൂസ് ഓഫ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് എടുക്കുമ്പോൾ വാല്യൂസ് ഓഫ് ട്രിഗ്നോമെട്രിക് റേഷ്യോ. ഓക്കെ. ഹെഡിങ് എഴുതിയോ?
ആയിട്ട് നമുക്ക് ഏതൊക്കെ ആംഗിൾ ഉണ്ട്? ആംഗിളും സൈഡും തമ്മിലുള്ള റിലേഷൻ ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്, ശരിയല്ലേ? അപ്പൊ ഓൾറെഡി ഇപ്പം സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റൻസ്, അപ്പം ആംഗിളും ഒക്കെ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, ശരിയല്ലേ? സൈൻ എ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ ആണ്, എ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ആണ്. അപ്പൊ ആ ഓരോ ആംഗിൾ, ഏതൊക്കെ ആംഗിൾ ഉണ്ട്, എവിടെ തൊട്ട് ആംഗിൾ എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട് ശരിക്കും അറിയോ? ഇല്ല. ഈ ആംഗിള് 0 ഡിഗ്രി തൊട്ട് 360 ഡിഗ്രി വരെ ആംഗിൾ, ശരിയല്ലേ? ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് വരകൾക്കിടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ഇതിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്, ശരിയല്ലേ? ആണോ? ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലേ? ഹലോ, കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. പറയാമോ? ഹലോ. മനസ്സിലായി. അപ്പം ആംഗിള് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഡിഗ്രി തൊട്ട് 360 ഡിഗ്രി വരെ ആയിരിക്കും. ശരിക്കും ഈ സൈനും കോസും ടാനും എല്ലാം 0 തൊട്ട് 360 ഡിഗ്രി വരെയുള്ള അതിന് വാല്യൂസ് ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം 5 വാല്യൂസ് ആണ് പഠിക്കാനുള്ളത്. ട്രിഗ്നോമെട്രിക് റേഷ്യോസിന്റെ 5 വാല്യൂസ് ആണ് പഠിക്കാനുള്ളത്. അത് അതായത് മൊത്തം 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ 5 വാല്യൂസ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആംഗിൾ എ ആണ് നമ്മൾ എടുത്തത്. ആംഗിൾ എ 0 ഡിഗ്രി ആവാം, 30 ഡിഗ്രിയുടെ പഠിക്കണം, 60 ഡിഗ്രിയുടെ പഠിക്കണം, അല്ല 30 ഡിഗ്രി കഴിഞ്ഞ് 45 ഡിഗ്രിയുടെ പഠിക്കണം, 60 ഡിഗ്രിയുടെ പഠിക്കണം, 90 ഡിഗ്രിയുടെ പഠിക്കണം. അത് ഏതൊക്കെയാ? സൈനെ പഠിക്കണം, കോസെ പഠിക്കണം, ടാനെ പഠിക്കണം. ഈ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റെസിപ്രോക്കൽ ആയിരിക്കും. ഇപ്പൊ സൈനയുടെ നേരെ റെസിപ്രോക്കൽ എന്താ? കൊസീക്ക്. അപ്പൊ സൈനയുടെ 0 വാല്യൂവിനെ നേരെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ കൊസീക്കയുടെ 0 വാല്യൂ ആവും. കൊസീക്കെ അടുത്തത് സീക്കെ അടുത്തത് കോട്ടെ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതിന്റെ ഓരോ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഓരോ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സൈൻ 0 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. സൈൻ 45 എന്ന് പറയുമ്പോൾ 1/√2 ആയിരിക്കും. സൈൻ 60 എന്ന് പറയുമ്പോൾ √3/2 ആയിരിക്കും. സൈൻ 90 1 ആയിരിക്കും. ഓക്കെ, കാണാൻ പഠിക്കണം. ഇനിയും സൈനയുടെ 0 തൊട്ട് 90 വരെ എഴുതുന്നതിന്റെ നേരെ തിരിച്ച് നമ്മളിപ്പോ 0 1/2 1/√2 √3/2 1 ആണ് എഴുതിയെങ്കിൽ അത് നേരെ തിരിച്ചെഴുതുന്നതായിരിക്കും കോസിന്റെ വാല്യൂസ്. അതായത് കോസ് 0 1 ആണ്, കോസ് 30 √3/2 ആണ്, കോസ് 45 1/√2 തന്നെ, കോസ് 60 1/2 ആണ്, കോസ് 90 0. അതായത് സൈന്റെ 0 തൊട്ട് 90 വരെയുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസിന്റെ 0 തൊട്ട് 90 വരെയുള്ള ഇതാവും. ഓക്കെ, എഴുതിയോ? ഇനിയും ടാനയുടെ വാല്യൂ കണ്ടുപിടിക്കും. ടാൻ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആയിരിക്കും. ടാൻ 45 1 ആയിരിക്കും. ടാൻ 60 എന്ന് പറയുന്നത് √3 ആയിരിക്കും. ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഇനിയും കൊസീക്ക് സൈനിന്റെ നേരെ റെസിപ്രോക്കൽ അല്ലേ കൊസീക്ക്? അതെ. അങ്ങനെയാണെങ്കിൽ സൈൻ 0 0 ആണെങ്കിൽ കൊസീക് 0 എന്തായിരിക്കും? റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1 എടുക്കണം അല്ലേ? കൊസീക്ക് എന്ന് പറയുമ്പോൾ 1/sin എന്ന് പറയുമ്പോൾ 1/sin 0 1/sin 0 അല്ല 1/0 1/0 എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ശരിയല്ലേ? അതെ. അതേപോലെ സൈൻ 30 1/2 ആണെങ്കിൽ കോസ് 30 എന്തായിരിക്കും? ഏ നേരെ തിരിച്ചാ പോരെ? 1/2 2/1 ആക്കിയാ പോരെ? 2 ആക്കിയാ പോരെ? അതേപോലെ സൈൻ 45 1/√2 ആണെങ്കിൽ കൊസീക് 45 എത്രയായിരിക്കും? √2. ഇതെന്തായിരിക്കും? 60. 2/√3. അത്രേ ഉള്ളൂ. ഇനി ഇത് ഇത് സൈൻ 91 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 1/1 തന്നെയാണ്, 1 തന്നെയാണ്. ശരിയല്ലേ? അതെ. അതേപോലെ കോസിന്റെ റെസിപ്രോക്കൽ കോസ് 0 1 ആണെങ്കിൽ സീക്ക് 0 എന്ന് തന്നെയായിരിക്കും. 1/1 1 ആയിരിക്കും. അതേപോലെ തന്നെ കോസ് 30 √3/2 ആണെങ്കിൽ സീക്ക് 30 2/√3 ആയിരിക്കും. അതേപോലെ കോസ് 45 1/√2 ആണെങ്കിൽ സീക്ക് 45 √2 ആയിരിക്കും. കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ സീക്ക് 60 എന്ന് പറയുന്നത് 2/1 ആയിരിക്കും, 2 ആയിരിക്കും. എന്താണ് കോസ് 0 1 ആണെങ്കിൽ എന്താണ് കോസ് 90 0 ആണെങ്കിൽ സീക്ക് 90 എന്ന് പറയുന്നത് 1/0 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ് ആണോ? അതെ. ഇനി അതേപോലെ തന്നെ ടാനിൻ്റെത് എന്ന് പറയുമ്പോൾ ടാൻ 0 0 ആണ്. അപ്പം കോട്ട് എന്ന് പറയുമ്പോൾ ടാന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ 1/0 വരും. 1/0 എന്ന് പറയുമ്പോൾ എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് 1/0 വരുന്നത്. അതേപോലെ തന്നെ ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണെങ്കിൽ കോട്ട് 30 എന്ന് പറയുമ്പോൾ √3 ആയിരിക്കും. ടാൻ 45 എന്ന് പറയുമ്പോൾ 1 ആണെങ്കിൽ കോട്ട് 45 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും. ടാൻ 60 എന്ന് പറയുന്നത് √3 ആണെങ്കിൽ കോട്ട് 60 എന്ന് പറയുമ്പോൾ 1/√3 ആയിരിക്കും. ഇനിയും ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ മറ്റേ 1 നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ 1 നോട്ട് ഡിഫൈൻഡ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ടാൻ കോട്ട് 90 മാത്രം ഒന്ന് പഠിച്ചേക്കണം. കാരണം 1 നോട്ട് ഡിഫൈൻഡ് എന്നാണ് അവിടെ വരുന്നത്. അപ്പൊ അത് 0 എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എഴുതിയോ? എഴുതിയോ? ഓക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ടോപ്പിക് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറയും. ഹെഡിങ് എഴുതിക്കോ, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്. ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്. ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി പറയുന്നത് എന്താണെന്നറിയോ? സൈന് ഇതിന്റെ എല്ലാം പല പല ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിനെ പറ്റിയാണ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി പറയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നോക്കിക്കോണം, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 ആയി. ഓക്കെ, ഇത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ശ്രേയ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എക്ക് 1 കൊടുക്കുന്നത് പോലെ തന്നെ 1 എന്നുള്ളിടത്ത് ചിലടത്ത് ഡയറക്റ്റ് ആയിട്ട് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? തിരിച്ചു മറിച്ചു.
ഇനി ഇവിടുന്ന് കോസ് സ്ക്വയറെ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? വൺ മൈനസ് സൈൻ സ്ക്വയർ കൊണ്ടുവന്നാൽ മതി, ശരിയല്ലേ? അപ്പം 1 മൈനസ് എന്തെന്ന് വരും? 1 മൈനസ് സൈൻ സ്ക്വയറെ കണ്ട് മതി. അവിടുന്ന് കോസെ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് റൂട്ട് ഓഫ് മൈനസ് 1 സൈൻ മൈനസ് സ്ക്വയർ. സൈൻ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് ഇത് രണ്ടെണ്ണം പഠിക്കണം. അതായത് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണെന്നും കോസ് സ്ക്വയർ 1 മൈനസ് സൈൻ സ്ക്വയർ എന്നും കോസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എന്നും പഠിക്കണം. തിരിച്ചു മറിച്ചും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ സൈൻ സ്ക്വയറെ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? സൈൻ സ്ക്വയറെ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? കോസിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ? മതി. അപ്പം സൈൻ സ്ക്വയറെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സിംപിളി തന്നെ ഇങ്ങനെ ചെയ്യാം. സൈൻ സ്ക്വയറെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് കോസ് സ്ക്വയറെ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് സൈനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയറെ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈ ഇക്വേഷനെ മാറ്റി എഴുതാൻ അറിയാമെങ്കിൽ മറ്റെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഓർമ്മ വേണം. അതായത് സൈനയ്ക്ക് പകരം നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് പകരം നമുക്ക് സൈൻ എന്ന് കൊടുക്കാം എന്നൊക്കെയുള്ള കാര്യം തിരിച്ചും മറിച്ചും ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് 1, 2, 3, 4, 5 5 ഇക്വേഷൻ പഠിക്കണം. അടുത്തത് രണ്ടാമത്തേത് സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, അവിടെ ഒന്ന് സീക് സ്ക്വയർ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. മൈനസ് അപ്പുറത്ത് പ്ലസ് ആവും. അപ്പൊ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്നാവും. അപ്പൊ അവിടുന്ന് സീക്ക് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ. ഓക്കെ, ശരി. ഇനി എനിക്ക് ഇത് ഞാൻ എഴുതുന്നത് ഇത് ഞാൻ ജസ്റ്റ് താഴോട്ടാക്കുകയാണ്. നോക്കിയോ, എനിക്ക് ഇവിടുന്ന് ടാൻ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യുന്നത്? ടാൻ സ്ക്വയർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? കേട്ടില്ല. 1 മൈനസ് സീക് സ്ക്വയർ. ടാൻ സ്ക്വയർ. അപ്പൊ അത് മൈനസ് ടാൻ സ്ക്വയർ അല്ലേ വരുന്നത്? ടാൻ സ്ക്വയർ അവിടെ തന്നെ കിടക്കുമല്ലേ? അപ്പൊ ആ ടാൻ സ്ക്വയറിന്റെ ഫ്രണ്ടിൽ മൈനസ് ഇല്ലേ? മൈനസ് അങ്ങോട്ടുണ്ട്. എങ്ങനെ മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോകും? ഏത് കൊണ്ടുപോകണം? മൈനസ് കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതെങ്ങനെ മൈനസ്? സീക്കിന്റെ ഫ്രണ്ടിലല്ലോ, സീക്ക് കഴിഞ്ഞിട്ടല്ലേ മൈനസ് കിടക്കുന്നത്. മൈനസിനെ എങ്ങനെ കൊണ്ടുപോകും? അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാം? സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ടാൻ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടാൻ സ്ക്വയറിനെ ഒറ്റയ്ക്ക് ആക്കിയാൽ മതി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ മൈനസ് ടാൻ സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് 1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ ടാൻ സ്ക്വയർ ഒറ്റയ്ക്കാകത്തില്ലേ? അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഇവിടെ സീക് സ്ക്വയർ മൈനസ് 1 ഈസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ടാൻ സ്ക്വയർ എന്ന് എഴുതാം. എഴുതാവോ? അവിടുന്ന് എനിക്ക് ടാനെ കണ്ടുപിടിക്കണമെങ്കിൽ ടാനെ ഈസിക്കൽ ടു എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എന്തെന്ന് എഴുതാം? സീക് സ്ക്വയർ മൈനസ് 1. ഇപ്പം ശ്രേയ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ എന്താണോ അറിയോ? ഇങ്ങനെ ചെയ്യണം. അതായത് സീക് സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്. അപ്പൊ മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിടക്കുക. ഈസിക്കൽ ടു എന്താ? 1 മൈനസ് സീക് സ്ക്വയർ എന്ന് വരും. വീണ്ടും ഈ മൈനസിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ടാൻ സ്ക്വയർ മൈനസ് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഇത് ഈ മൈനസ് ഡിവൈഡ് താഴെയാണ് വരുന്നത്. മൈനസ് അപ്പുറത്തോട്ട് കൊണ്ടുപോകല്ല, ഇനി രണ്ടിനെയും താഴെയാണ് വരുന്നത്. രണ്ടിനെയും താഴെ വരുമ്പോൾ എന്താണ്? -1 ബൈ -1 എന്ന് തന്നെ വരും. മൈനസ് സീക് സ്ക്വയർ ബൈ -1 എന്ന് തന്നെ വരും. അപ്പൊ നമുക്ക് ഇത് രണ്ടും വെട്ടിപ്പോൾ 1 വരും, പ്ലസ് സീക് സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് സീക് സ്ക്വയർ, അപ്പൊ എല്ലാം കൺഫ്യൂഷൻ ആയിപ്പോ. മനസ്സിലായോ? ഇങ്ങനെ വരുമ്പോൾ അപ്പൊ അങ്ങനെ ചെയ്യരുത്. കണ്ടോ? ഇപ്പൊ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന് എളുപ്പ വഴി എന്താ? ഇങ്ങനെ ചെയ്യേണ്ടത്. ശരിയല്ലേ? ക്ലിയർ അല്ലേ?
ഇനി ഇതേപോലെ തന്നെ ഒരു clear. ഇതേപോലെ ഒരു സാധനം കൂടെ പഠിക്കാനുണ്ട്. മൂന്നാമത്തേത് ഇപ്പൊ സീക് സ്ക്വയറും ടാൻ സ്ക്വയറും കൂടെ. ഇനി മറ്റേത് വരുന്നത് കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ എന്ന് പറയുന്നത് 1. അവിടെ നിന്ന് എനിക്ക് കൊസീക് സ്ക്വയർ എ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 1 പ്ലസ് കോട്ട് സ്ക്വയർ ചെയ്താൽ മതി. അവിടുന്ന് കൊസീക് എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ചെയ്താൽ മതി. ശരിയല്ലേ? ഇനി ഈ ടാന്റെ പോലെ തന്നെ എനിക്ക് കോട്ട് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഞാൻ ആ കോട്ടിനെ നെഗറ്റീവ് കോട്ട് സ്ക്വയറിനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പൊ എനിക്ക് എന്നിട്ട് 1നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൊസീക് സ്ക്വയർ എ മൈനസ് 1 ഈസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ എ എന്നാകുന്നു. അവിടുന്ന് കോട്ട് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കൊസീക് സ്ക്വയർ എ മൈനസ് 1. ക്ലിയർ ആണോ? Clear. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയേ ഉള്ളൂ, തീർന്നു. ചാപ്റ്റർ തീർന്നു. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യണം. പിന്നെ വേറെ 2 ഐഡന്റിറ്റിയും കൂടെ എഴുതിയിട്ടു. അതായത് നമുക്ക് ടാൻ എനെ സൈൻ എ ബൈ കോസ് എന്ന് എഴുതാം. അതേപോലെ തന്നെ കോട്ട് എനെ കോസ് എ ബൈ സൈൻ എന്ന് എഴുതാം. അപ്പം ടാൻ എ സൈൻ എ ബൈ കോസ് എ ആണെങ്കിൽ ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. അപ്പൊ കോട്ടേനെ നമുക്ക് തിരിച്ചെഴുതാം, കോസ് എ ബൈ സൈൻ എന്ന് എഴുതാം. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ അവിടെ എഴുതിയിട്ടേക്കണം. ഇത്ര എഴുതിയോ? ഫുൾ എഴുതിയോ? ഇല്ല, കുറച്ചും കൂടി എഴുതിക്കോ. എഴുതിയിട്ട് നമ്മുടെ ആ എക്സസൈസ്, ഫസ്റ്റ് എക്സസൈസ് ഒന്ന് ചെയ്യാം. ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു. ഓക്കെ. അപ്പം ആ എക്സസൈസ് 8.1ന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. 8.1ന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. In triangle ABC right angled at B AB is equal to 24 centimeter, BC is equal to 7 centimeter. Determine sin A ഒന്നെന്ന് എഴുതിയിട്ട് sin A അതേപോലെ തന്നെ cos Aയും അതേപോലെ തന്നെ രണ്ടാമത്തേത് എന്താണ്? sin Cയും cos Cയും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പം ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വരയ്ക്കണം. അതായത്
എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. അത് ബിയിൽ റൈറ്റ് ആംഗിൾ ചെയ്തിരിക്കുക. ബിയിൽ റൈറ്റ് ആംഗിൾ ചെയ്തിരിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? ബിയിൽ റൈറ്റ് ആംഗിൾ ചെയ്തിരിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എ ബി സി. ബിയിൽ റൈറ്റ് ആംഗിൾ ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവിടെയാണ് റൈറ്റ് ആംഗിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിയിൽ എ ബി 24 വന്നിട്ടുണ്ട്. എ ബി 24 വന്നിട്ടുണ്ട്. അതേപോലെ ബി സി 7 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ എയും കോസ് എയും സൈൻ സിയും കോസ് സിയും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 3 സൈഡ് നമുക്ക് വേണം. ഇപ്പൊ 2 സൈഡ് അല്ലേ ഉള്ളൂ. അപ്പൊ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം പൈതഗോറസ് തിയറം വെച്ചിട്ട് ബൈ പൈതഗോറസ് തിയറം പൈതഗോറസ് തിയറം അതായത് പൈതഗോറസ് തിയറം പറയുമ്പോൾ ഇതെന്താണ്? ഇത് ബേസ് സൈഡ്, ഇതെന്താണ്? ഇത് ഓൾട്ടിറ്റ്യൂഡ് സൈഡ്, ഇത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അപ്പം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ എന്താ? ബേസ് സ്ക്വയർ പ്ലസ് എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ബേസ് 7 സ്ക്വയർ ആണ്, ഓൾട്ടിറ്റ്യൂഡ് 24 സ്ക്വയർ ആണ്. 7 സ്ക്വയർ 49 ആണ്. 24 സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 625 വരുന്നു. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 625 കിട്ടിയത്. ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 625 ആണ്. അങ്ങനെ നമുക്ക് 25 കിട്ടും. അതായത് ഹൈപ്പോട്ടന്യൂസ് 25. 3 സൈഡും കിട്ടി. ക്ലിയർ? ഇനി എനിക്ക് സൈൻ എ കണ്ടുപിടിക്കണം. അപ്പം എയെ വെച്ച് നോക്കുമ്പോൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ആണോ? എയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ആണോ? ഓക്കെ, അപ്പം ഇനി അത് വേണം ഫിക്സ് ചെയ്യാൻ. അപ്പൊ ഞാൻ സൈൻ എ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ഇക്വേഷൻ? എന്താ സൈൻ എയുടെ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 7/25 എന്ന് വരും. ആണോ? അങ്ങനെയാണെങ്കിൽ കോസ് എ എങ്ങനെ കണ്ടുപിടിക്കും? കോസ് എ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് എത്ര? 24. ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 25 അല്ലേ? ഓക്കെ, എന്നാൽ സൈൻ സി കണ്ടുപിടിക്കുമ്പോഴോ? സൈൻ സി കണ്ടുപിടിക്കണം. സിയെ വെച്ച് നോക്കുമ്പോൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് വേണ്ട ഇതാണ്. ഓക്കെ, ശരിയല്ലേ? സിയുടെ അഡ്ജസന്റ് സൈഡ് വേണ്ട ഇതാണ്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈൻ സി ഈസിക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഓപ്പോസിറ്റ് എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. സോറി, അത് ഓപ്പോസിറ്റ് ബൈ നമുക്ക് അങ്ങനെ എഴുതേണ്ട. ഓപ്പോസിറ്റ് ബൈ എന്താണ്? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്കറിയാം. ഓപ്പോസിറ്റ് 24, ഹൈപ്പോട്ടന്യൂസ് 25. അതേപോലെ തന്നെ കോസി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസിന്റെ അഡ്ജസന്റ് 7 ആണ്, ഹൈപ്പോട്ടന്യൂസ് 25 ആണ്. മനസ്സിലായോ? ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റും അഡ്ജസന്റും മാറും. ഹൈപ്പോട്ടന്യൂസ് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ചോദിക്കാം? എഴുതിയോ? എഴുതുക അല്ലയോ? എഴുതി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. അതിനകത്തേത് അടുത്ത ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത് in figure 8.13 find tan p
ഫൈൻഡ് ടാൻ പി മൈനസ് കോഡ് ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പി ക്യു ആർ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അവർ തന്നിട്ടുണ്ട്. പി ക്യു ആർ ക്യു 90 ഡിഗ്രിയാണ്. ഇവിടെ 12ഉം ഇത് 13ഉം തന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് തന്നാലും നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ട്രിഗ്നോമെട്രിയുടെ ഈ ട്രയാംഗിളുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടത്? കേട്ടില്ല. എല്ലാ സൈഡും കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ എല്ലാ സൈഡും ഉണ്ടോ? ഇല്ല. അപ്പൊ ഏത് സൈഡാ ഇല്ലാത്തത് പൈതഗോറസ് തിയറം വെച്ചിട്ട്? അപ്പൊ ബേസിന്റെ ഇക്വേഷൻ എന്താ? ബേസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ നമ്മൾ ഇന്ന് പഠിച്ചേ? അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 13ന്റെ സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 12ന്റെ സ്ക്വയർ. 13ന്റെ സ്ക്വയർ 169, 12ന്റെ 144. റൂട്ട് എടുക്കുമ്പോൾ 25. 25ന്റെ റൂട്ട് എടുക്കുമ്പോൾ 5. അതായത് ബേസ് 5 കിട്ടി. ആണോ? ഇനിയും ടാൻ പി കണ്ടുപിടിക്കണം. ടാൻ പി ആണോ? ടാൻ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടാൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓക്കെ, പി യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ പറഞ്ഞേ. പി ഇതാണ്, പി യുടെ ഓപ്പോസിറ്റ് സൈഡ് 5. അഡ്ജസന്റ് സൈഡ് പറഞ്ഞേ 12. ഓക്കെ, കാരണം പി യെ വെച്ച് നോക്കുമ്പോൾ പി യുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഇതും പി യുടെ അഡ്ജസന്റ് സൈഡ് തന്നെ ഇതുമാണ്. അങ്ങനെയാണെങ്കിൽ 5/12. അടുത്തത് കോഡ് ആർ. കോഡ് ആറിന്റെ എന്ന് പറഞ്ഞേ. കോഡ് ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടാനിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ്. അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പം ആറിന്റെ അഡ്ജസന്റ് എന്ന് പറഞ്ഞേ. ആർ എന്ന് പറയുമ്പോൾ ഇതാണ് ആർ. 5/12. കാരണം ആറിന്റെ അഡ്ജസന്റ് സൈഡ് ഇതാണ്, ആറിന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ പി മൈനസ് കോട്ട് ആർ ആണ്. 5/12 മൈനസ് 5/12 എന്ന് വരുന്നു, 0 എന്ന് വരുന്നു. ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം, പറഞ്ഞു തരുന്നില്ല. തന്നെ ചെയ്തോ, കിട്ടുന്നില്ല പറഞ്ഞുതരാം. പറഞ്ഞോ.
കിട്ടുന്നുണ്ടോ? ഇല്ല, ഡൗട്ട്. ഡൗട്ട് ഉണ്ട്. ഡൗട്ട് വരുന്നതിന് കാരണം എന്താ അവിടെ? പറഞ്ഞോ. ഡൗട്ട് വരുന്നതിന് കാരണം എന്താ? ഫസ്റ്റ് 3 സൈഡും അല്ലേ കണ്ടുപിടിക്കാൻ? ഏതാ 3 സൈഡോ? 3 സൈഡ് കണ്ടുപിടിക്കണം. എന്തുവാ മനസ്സിലായി? എന്തോ പറഞ്ഞേ? ട്രയാങ്കിളിന്റെ 3 സൈഡും ആണോ കണ്ടുപിടിക്കുന്നത്? അങ്ങനെ 3 സൈഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ എന്താ അവിടെ? ഇല്ല, 3ഉം 4ഉം. അതെങ്ങനെയാ മനസ്സിലാകുന്നത് 3 സൈഡാണ്? പറഞ്ഞോ. 3ഉം 4ഉം സൈഡ് ആണെന്ന് എങ്ങനെ മനസ്സിലായെന്നാ ഞാൻ ചോദിച്ചത്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. അതായത് നമ്മൾ ഒരു ട്രയാങ്കിൾ ഫിക്സ് ചെയ്യുന്നു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിന്റെ എ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുന്നു, ബി ഇവിടെ ഫിക്സ് ചെയ്യുന്നു, സി ഇവിടെ ഫിക്സ് ചെയ്യുന്നു. നമുക്കറിയാം സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം എയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ ആണ് 3 തന്നിരിക്കുന്നത്, ഹൈപ്പോട്ടന്യൂസ് ആണ് 4 തന്നിരിക്കുന്നത്. ഇനി ബേസ് കണ്ടുപിടിച്ചാൽ മതിയോ? മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് ബേസ് ഈസിക്കൽ റൂട്ട് ഓഫ് എന്താന്ന് എഴുതിയാൽ മതി? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? ഹൈപ്പോട്ടന്യൂസ് 4 സ്ക്വയർ ആണ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ആണ്. 4 സ്ക്വയർ 16, 3 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 7 കിട്ടും. റൂട്ട് 7 തന്നെ കിട്ടാൻ മതി. ഓക്കെ. ഇനി എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഇനി കണ്ടുപിടിക്കേണ്ടത് കോസ് എ കണ്ടുപിടിക്കണം. കോസ് എ നമുക്കറിയാം അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് ഇവിടെ റൂട്ട് 7 ആണ്, ഹൈപ്പോട്ടന്യൂസ് 4 ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ടാൻ എ ആണ്. ടാൻ എ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് 3, അഡ്ജസന്റ് റൂട്ട് 7. ഇതായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ. എഴുതിയല്ലോ? എഴുതിയോ അതോ എഴുതണോ? എഴുതി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. given 15 cot A is equal to 8. Find sin A and sec. Find sin A and sec. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇവിടെ എന്താക്കണം അറിയാമോ? ഈ 15 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കോട്ട് A is equal to 8/15 ആക്കണം. അപ്പൊ കോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് ടാൻ. അപ്പൊ കോട്ട് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. ആണോ? അപ്പൊ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എ ഇടാം, ബി ഇടാം, സി ഇടാം. എന്നിട്ട് എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ, എയുടെ ഓപ്പോസിറ്റ് സൈഡ് 15ഉം എയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ 8 എടുക്കും. ഇതിന് മൂന്നാമത്തെ സൈഡ് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ചെയ്താൽ മതി. 8 സ്ക്വയർ 64 ആണ്, 15 സ്ക്വയർ 225 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടുമ്പോൾ റൂട്ട് ഓഫ് 289 വരുന്നു. അങ്ങനെയാണെങ്കിൽ 17 ആയിരിക്കും ഇതിന്റെ റൂട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 17 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സൈൻ എ കണ്ടുപിടിക്കണം. സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 15, ഹൈപ്പോട്ടന്യൂസ് 17 ആണ്. സി കെ കണ്ടുപിടിക്കണം. കോസ് എയുടെ റെസിപ്രോക്കൽ ആണ് സി കെ. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സി കെ എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 17 ആണ്, അഡ്ജസന്റ് 8 ആണ്. ക്ലിയർ ആണോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം, പറഞ്ഞു തരത്തില്ല, തന്നെ ചെയ്യണം. അതായത് സീക്കിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 13/12. അപ്പൊ സീക്ക് അറിയാം, നമുക്കറിയാം അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് ആണ് നമുക്കറിയാം. അപ്പൊ തന്നിരിക്കുന്നത് ഒരു തീറ്റ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ തീറ്റ കൊടുക്കുക. അതായത് 90 ഡിഗ്രി അല്ലാത്ത മറ്റേ രണ്ട് ആംഗിളിൽ ഏതെങ്കിലും ഒരെണ്ണം തീറ്റ കൊടുത്തിട്ട് അതിന്റെ
ഓപ്പോസിറ്റും അഡ്ജസന്റും ഒക്കെ അല്ല അഡ്ജസന്റും ഹൈപ്പോട്ടന്യൂസും മാർക്ക് ചെയ്തിട്ട് ചെയ്തെന്ന് കാണിച്ച് എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കണം അവിടെ. കിട്ടി. കിട്ടി. ഓക്കെ. അപ്പൊ ഇവിടെ അവർ തന്നിരിക്കുന്ന കോട്ട് തീറ്റ 7/8 ആണ്. കോട്ട് തീറ്റ 7/8 ആണെങ്കിൽ കോട്ട് തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഒരു ആംഗിൾ തീറ്റ കൊടുത്തു, 90 ഡിഗ്രി അല്ലാത്ത ഒരു ആംഗിൾ തീറ്റ കൊടുത്തു. ഇവിടെ വേണേലും കൊടുക്കാം. അപ്പൊ തീറ്റ ഞാൻ ഇവിടെ കൊടുത്തിട്ട് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് 7 ആയിട്ട് കൊടുത്തു, കാരണം 7 അഡ്ജസന്റ് ആണ്, 8 ഓപ്പോസിറ്റ് ആണ്. ഇനി മറ്റേ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി 49 പ്ലസ് 64 ചെയ്താൽ മതി. എത്ര കിട്ടുന്നത് അത്?
ഞാൻ ഫിഫ്ത് ക്വസ്റ്റ്യനാ ചെയ്യും. ഏതാ? ഫിഫ്ത് ക്വസ്റ്റ്യൻ. 50യോ? ഫിഫ്ത് ക്വസ്റ്റ്യനാ ചെയ്തേ. ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണോ ചെയ്തേ? ആ ആ ഓക്കെ. ഞാൻ ആ ക്വസ്റ്റ്യൻ മാറിപ്പോയി. കുഴപ്പമില്ല. കുഴപ്പമില്ല, അത് കിട്ടിയല്ലോ. അതായത് സീക് തീറ്റ എന്ന് പറയുന്നത് 13/12 ആണ് അല്ലേ? സീക് തീറ്റ എന്ന് പറയുന്നത് 13/12 ആണ്. സീക്ക് എന്ന് പറയുമ്പോൾ കോസിന്റെ ഓപ്പോസിറ്റ്, കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. അപ്പൊ ഇത് ഹൈപ്പോട്ടേനസ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആണ്. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഏതെങ്കിലും ഒരു തീറ്റ എടുത്തു, 90 ഡിഗ്രി എടുത്തു. അപ്പൊ അതിന്റെ അഡ്ജസന്റ് സൈഡ് 12, ഹൈപ്പോട്ടേനസ് സൈഡ് 13. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഹൈപ്പോട്ടേനസ് സ്ക്വയർ മൈനസ് എന്താണ് ബേസ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ ചെയ്യണം. അപ്പൊ നമുക്ക് 169 മൈനസ് 144 കിട്ടുന്നു. റൂട്ട് 25 കിട്ടുന്നു. അതായത് 5, ഹൈറ്റ് 5. അങ്ങനെയാണ് ഇനി എല്ലാം കണ്ടുപിടിക്കാം. സൈൻ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? സൈൻ തീറ്റ ഈസിക്കൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 5, ഹൈപ്പോട്ടേനസ് 13. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. അഡ്ജസന്റ് 12, ഹൈപ്പോട്ടേനസ് 13. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് ഇവിടെ 5, അഡ്ജസന്റ് ഇവിടെ 12. ഇനി ഇതിന് നേരെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. കൊസീക്ക് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടേനസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ്. 13/5. ഇത് സീക് തീറ്റ എന്ന് പറയുന്നത് 13/12. ഇത് കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ 12/5 അല്ലേ? അതെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. if cot theta is equal to 7/8, evaluate 1 plus sin theta into 1 minus sin theta divided by 1 plus cos theta into 1 minus cos theta. എന്ത് ചെയ്യാം? നമുക്കറിയാം ഈ 1 plus sin theta into 1 minus sin theta എന്ന് പറയുമ്പോൾ a plus b into a minus b ആണ്. a square minus b square ആണ്. ശരിയല്ലേ? ഡിവൈഡ് ബൈ ഇതെന്തെന്ന് വരും? 1 square minus cos square theta എന്ന് വരും. ശരിയല്ലേ? അതെ. അപ്പൊ ഇതിനെ നമുക്ക് 1 minus sin square theta എന്ന് എഴുതാം. ഇവിടെ 1 minus cos square theta എന്ന് എഴുതാം. എഴുതാവോ? 1 minus sin square theta cos square theta ആണ്. 1 minus cos square theta sin square theta ആണ്. ഐഡന്റിറ്റി എന്ന് പഠിച്ചോ? cos theta by sin theta cot theta ആണെങ്കിൽ cos square theta by sin square theta എന്ന് പറയുമ്പോൾ cot square theta ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? cot square theta ക്ക് പകരം നമുക്ക് എന്താ? cot square theta ക്ക് പകരം സിംപ്ലി cot theta 7/8 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. 7/8 ഹോൾ സ്ക്വയർ, അതായത് 49/64. ഇതായിരിക്കും അതിന്റെ ആൻസർ. കട്ട് ഓഫ് ചെയ്യണം. പിന്നെ രണ്ടാമത് അവർ എന്ത് തന്നിട്ടുണ്ട്? കോട്ട് സ്ക്വയർ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അതെന്ത് ചെയ്താൽ മതി? 7/8 ഹോൾ സ്ക്വയർ എടുത്താൽ മതി. മനസ്സിലായോ? ഇത് സ്കൂളിൽ തുടങ്ങിയോ അതോ? ഇതില് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, അടുത്തത് ചെയ്യാണ്. If angle A and angle B are acute angle such that cos A is equal to cos B. ഇങ്ങനെയല്ലേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ?
then show that angle A is equal to angle B. അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു. എ മാർക്ക് ചെയ്തു, ബി മാർക്ക് ചെയ്തു, സി മാർക്ക് ചെയ്തു. എ ഇത് സി കൊടുക്കാം, ബി മാർക്ക് ചെയ്തു, കാരണം എയും ബി ഇവിടെ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ഇത് 90 ഡിഗ്രി കൊടുത്തു. നമുക്കറിയാം ഇവിടെ ഞാൻ കോസ് എ കണ്ടുപിടിക്കണമെങ്കിൽ അഡ്ജസന്റ് ബൈ എന്ത് ചെയ്താൽ മതി, ഹൈപ്പോട്ടന്യൂസ് ചെയ്താൽ മതി. അപ്പം ഇവിടത്തെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ സി, ഹൈപ്പോട്ടന്യൂസ് സൈഡ് എന്ന് പറയുമ്പോൾ എ ബി. ഇനി ഇത് തന്നെ കോസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ അവിടെയും അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്താൽ മതി. അവിടത്തെ അഡ്ജസന്റ് ബിയുടെ, അതായത് എയുടെ അഡ്ജസന്റ് സൈഡ് തന്നെ ഇതും ഹൈപ്പോട്ടന്യൂസ് അറിയാം ഇതുമാണ്. ബിയുടെ അഡ്ജസന്റ് തന്നെ ഇതല്ലേ, അപ്പൊ അവിടെ എന്തെന്ന് വരും, ബി സി ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, എ ബി എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, അവര് തന്നിരിക്കുന്നത് എന്താ, കോസ് എയും കോസ് ബി ഈക്വൽ ആണെന്ന് പറയുന്നത്. അതായത് ഗിവൺ എന്താ, ഗിവൺ കോസ് എ ഈക്വൽ ടു കോസ് ബി, കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി. കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി എന്ന് പറയുമ്പോൾ എ സി ബൈ എ ബിയും ബി സി ബൈ എ ബിയും ഈക്വൽ ആണെന്നല്ലേ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ സി ഈക്വൽ ടു ബി സി എന്ന് കിട്ടും. ആണോ? അപ്പം ഈ എ സി എന്ന് പറയുന്ന ഈ സൈഡും ബി സി എന്ന് പറയുന്ന ഈ സൈഡ് ഈക്വൽ. സൈഡ് ഓപ്പോസിറ്റ് ഈക്വൽ, ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ എന്തായിരിക്കും? ട്രയാങ്കിൾസ് പഠിച്ചില്ലേ? കഴിഞ്ഞ കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾ പഠിച്ചിട്ടില്ലേ? രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ. അതായത് we know that in a triangle angle opposite to equal sides are എന്തായിരിക്കും, are equal ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, therefore AC യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ, AC യുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ, ആംഗിൾ B ആണ്. BC യുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ, ആംഗിൾ A ആണ്. അപ്പോൾ ആംഗിൾ B is equal to ആംഗിൾ A, അല്ലെങ്കിൽ ആംഗിൾ A is equal to ആംഗിൾ B ആണ്. Hence proved. ശരിയല്ലേ? ശരി. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയാവേ. മനസ്സിലായി. അപ്പൊ അതിനകത്ത് ഇനി എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം നമുക്ക്? 8.1 അല്ലേ? അതായത് നമ്മളിപ്പോ എത്ര വരെ ചെയ്തു? 1 2 3 4 5 6 7 വരെ ചെയ്തു അല്ലേ? ഓക്കെ, അപ്പം 8 9 10. ഒരു കാര്യം ഞാൻ 10 കൂടെ ഞാനങ്ങ് ചെയ്തു തരാമേ. 10 ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. ഇൻ ട്രയാങ്കിൾ PQR right angled at Q, PR plus QR is equal to 25, PQ is equal to 5. Determine the value of sin P, cos P and tan P. ഇത് ചെയ്തിട്ട് നോക്കിയിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ? PQR റൈറ്റ് ആംഗിൾ അറ്റ് Q ആണ്. അപ്പൊ PQ5 തന്നിട്ടുണ്ട്, അല്ലെ? PQ5 തന്നിട്ടുണ്ട്. പിന്നെ PQ പ്ലസ് QR ആണ് എന്ത് തന്നിരിക്കുന്നത്, 25 തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് സൈഡ് ഇല്ല, ശരിയല്ലേ? അപ്പൊ രണ്ട് സൈഡ് ഉണ്ടെങ്കിലല്ലേ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, നമ്മൾ ഈ PR പ്ലസ് QR നെ ഈസിക്വൽ ടു 25 ചെയ്തിട്ട് അവിടുന്ന് PR ഈസിക്വൽ ടു, അല്ല അവിടുന്ന് QR ഈസിക്വൽ ടു എന്ന് പറഞ്ഞിരുന്നു. QR ഈസിക്വൽ ടു, അവിടുന്ന് QR ഈസിക്വൽ ടു ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്, 25 മൈനസ് PR എന്ന് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ QR ന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു അറിയാമോ, 25 മൈനസ് PR എന്ന് കൊടുക്കുന്നു. 25 മൈനസ് PR കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ ബേസ് സൈഡ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, 25 മൈനസ് PR എന്ന് കിട്ടി. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, 5 കിട്ടി. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി,
പി ആർ തന്നെ കിട്ടി. ശരിയല്ലേ? അതെ. ഇവരെ മൂന്നുപേരെയും പൈതഗോറസ് തിയറം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഇവിടെ പി ആർ ആണ്. പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്ന് പറയുന്നത് 25 മൈനസ് പി ആർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. ആണോ? അതെ. അവിടുന്ന് പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് എന്താണ് ബി സ്ക്വയർ പ്ലസ് 25 ആണോ? അതെ. 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 മൈനസ് 50 പി ആർ പ്ലസ് പി ആർ സ്ക്വയർ പ്ലസ് 25 ഇവിടെ പി ആർ സ്ക്വയർ നമുക്കറിയാം. ഇവിടെ ഒരു പി ആർ സ്ക്വയറും ഇവിടെ ഒരു പി ആർ സ്ക്വയർ ഉണ്ട്. ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ പി ആർ സ്ക്വയർ 0 ആയിപ്പോ. അപ്പൊ 0 അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താ? പി ആർ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 25 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 650 മൈനസ് 50 പി ആർ. ഇത് 0 ആയിപ്പോ 0 ഈസ് ഈക്വൽ ടു 650 മൈനസ് 50 പി ആർ 50 പി ആർ 50 മൈനസ് 50 പി ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലസ് 50 പി ആർ ആവും. അപ്പൊ 50 പി ആർ ഈസ് ഈക്വൽ ടു 650. അങ്ങനെയാണെങ്കിൽ പി ആർ ഈസ് ഈക്വൽ ടു നമുക്ക് 650 ഡിവൈഡ് ബൈ 50 ആണ്. അത് നമുക്ക് 0 കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 12 13 അപ്പൊ എത്ര ആയിരിക്കും? പി ആർ എത്ര കിട്ടും? 13 കിട്ടും. 13 ആണോ? അതെ. അപ്പൊ പി ആർ നമുക്ക് 13 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യു ആർ എന്ത് കിട്ടും? 25 മൈനസ് 13 ഈസ് ഈക്വൽ ടു എത്രയാണ്? 12. മനസ്സിലായോ? ഇനി നമുക്ക് സൈൻ പി കണ്ടുപിടിക്കാം. സൈൻ പി എന്ന് പറയുമ്പോൾ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. പി ഇതാണ്, പി യുടെ ഓപ്പോസിറ്റ് ഇതാണ്. 12 ഹൈപ്പോട്ടന്യൂസ് 13. കോസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അവിടെ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ പി യുടെ അഡ്ജസന്റ് ഇതാണ്. അപ്പം 5/13. ഇനി ടാൻ പി കണ്ടുപിടിക്കണം. ടാൻ പി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇവിടെ 12 അഡ്ജസന്റ് ഇവിടെ 5. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ബാക്കി എല്ലാം ഹോംവർക്ക് ചെയ്യാനാണ് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ. ബാക്കിയുള്ള എനിക്കൊന്ന് 2-3 ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് തോന്നുന്നു. ആ ബാക്കിയുള്ളത് ഹോംവർക്ക് ചെയ്യാം. എന്നിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള ഇട്ട് തരാം. അടുത്ത ദിവസം നമുക്ക്